അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ചില കാര്യങ്ങൾ നമ്മൾ ഇനി ഒന്നുകൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഒരു സംഗതി, നമ്മളൊരു സെല്ലിൽ ഒരു ടെക്സ്റ്റാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമ്മളൊരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യുവാണ്. ഇപ്പോൾ എക്സ്പെൻസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ടെക്സ്റ്റ് എൻ്റർ ചെയ്തിട്ട് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. അതിൻ്റെ അലൈൻമെൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അത് ലെഫ്റ്റ് അലൈൻഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ലെഫ്റ്റിലോട്ട് ചേർന്നാണ് നിൽക്കുന്നത്. എന്നാൽ ഞാൻ ഇവിടെ ഇനി അതിന് എക്സ്പെൻസ് എന്നുള്ള ആ ഒരു ടൈറ്റിലിന് ശേഷം ഇവിടെ ഞാൻ മന്ത് കൊടുക്കുകയാണ്. ഇപ്പം ജാനുവരി 23 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് റൈറ്റ് അലൈൻഡായി മാറി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റ് ആണെങ്കിൽ അത് ലെഫ്റ്റ് അലൈൻഡ് ആകും. എന്നാൽ ഫിഗേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ന്യൂമറിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് റൈറ്റ് അലൈൻഡ് ആവും. അപ്പോൾ മന്ത് ഒരു ന്യൂമറിക് ആണോ? ആണ്. നമുക്കിതിനകത്തേക്ക് എൻ്റർ ചെയ്ത് നോക്കണം. ഈ ടെക്സ്റ്റിനകത്തേക്ക് എൻ്റർ ചെയ്ത് പോകണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് കണ്ടോ, അപ്പോൾ ന്യൂമറിക് വാല്യൂ ആണ് എടുത്തേക്കുന്നത്. 01/01/2023. ഒരു എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫോർമാറ്റിൽ തന്നെ ഇതിനെ കാണിക്കും. ഇനി ഇത് 01/01/23 ആണെന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത് അകത്ത് പോകേണ്ട കാര്യമില്ല. എസ്കേപ്പ് അടിച്ചിട്ട് ഇതാ ഇവിടെ ഈ ഫോർമുല ബാർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. 01/01/23 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഫെബ്രുവരി അടിച്ചാലും ഇതേ പ്രോപ്പർട്ടി തന്നെയായിരിക്കും. ഫെബ്രുവരി 23 അടിച്ചാലും അത് റൈറ്റ് അലൈൻഡ് ആവും. വൈ? ബിക്കോസ് അത് ന്യൂമറിക് വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. എന്നാൽ ഇനിയൊരു കാര്യം കൂടെ ഉള്ളത്, നിങ്ങൾക്ക് ഈ ഒരു അലൈൻമെൻറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാനും പറ്റും. നിങ്ങൾ ഈ ഹോം ടാബിലാണ് ഇപ്പം നിൽക്കുന്നത്. ഹോം ടാബിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് അലൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ഈ അലൈൻമെൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കുറേ സെറ്റ് ഓഫ് ബട്ടൺസ് കണ്ടോ. ഈ ബട്ടൺസ് വെച്ച് നമുക്ക് അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ്പെൻസ് എന്നുള്ളത് ഇപ്പം നമുക്ക് ലെഫ്റ്റ് അലൈൻഡ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് സെലക്റ്റഡ് ആണ്. അതിനർത്ഥം ഇത് അലൈൻ ലെഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഏത് ടൂളിൻ്റെയും ജസ്റ്റ് മുകളിൽ നിന്ന് നിങ്ങൾ ഹോവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടൂൾ ടിപ്പ് കിട്ടും. സെൻറ്റർ ഇതേതാണ്, ഇത് അലൈൻ റൈറ്റ്. അപ്പോൾ ഞാൻ ഇതേൽ ഇനി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, എക്സ്പെൻസ് റൈറ്റിലോട്ട് അലൈനായി. ലെഫ്റ്റിലോട്ടാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഇവിടെ വരിക, ഇവിടെ വന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ അലൈൻഡായി. അപ്പോൾ ഒരു ടെക്സ്റ്റ് റൈറ്റിലോ ലെഫ്റ്റിലോ അലൈൻ ചെയ്യാൻ നിങ്ങൾക്ക് പിടികിട്ടി. ഇനി ന്യൂമറിക്സിൻ്റെ ഡിഫോൾട്ടായിട്ട് നമ്മൾ കണ്ടു റൈറ്റിലാണ്, പക്ഷേ അത് ലെഫ്റ്റിലേക്ക് എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡു ദാറ്റ്. അലൈൻ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. വീണ്ടും ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള പൊസിഷനിലേക്ക് വരും. ഇനി ഈ ഒരു സെക്ഷൻ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ റാപ്പ് ടെസ്റ്റ് ഉണ്ട്, മെർജ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ പഠിക്കും. ഇനി ഇവിടെ ഒരു ചെറിയൊരു ടൂൾ ടിപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അലൈൻമെൻറ്റിൻ്റെ കൂടുതലായ ഫങ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. അത് ഏത് ടൂളിനും അങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലൈൻമെൻറ്റിൻ്റെ കൂടുതൽ ഫങ്ഷൻസ് കിട്ടും. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ഈ റിബണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മളുടെ റിബണിൽ നമുക്ക് ഈ റിബണിനെ ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും പറ്റും. Ctrl F1 ആണ് നമ്മൾ അതിനുള്ള ഷോർട്ട് കട്ട് കീ. ഇനി ഹോം ടാബിലെ മറ്റ് ചില ഫങ്ഷൻസ് ഒന്ന് കാണിക്കാൻ ഓർത്തു. നിങ്ങൾ ഈ സബ് മെനുവിലെ ഫോണ്ട് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫോണ്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കറിയാം, ജസ്റ്റ് ഈ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. സെക്കൻഡ്ലി, നിങ്ങൾക്ക് ഇവിടെ ബോൾഡ് ആക്കാൻ പറ്റും, അതിനെ ഐറ്റലിക്സ് ആക്കാൻ പറ്റും, അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. ഇത്രയും ഓപ്ഷൻസ് ഇവിടെയാണുള്ളത്. ഇതെല്ലാം ഞാൻ റിമൂവ് ചെയ്യുകയാണ്. നിങ്ങൾ കൂടെ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണെങ്കിൽ നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നേരെ ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പോകും. ഇപ്പോൾ ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മാറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഓൾട്ട് കീ പ്രസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഇനി ആ ഓൾട്ട് കീയോട് ചേർന്നുള്ള നമ്പർ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, ആ ഷോർട്ട് കട്ട് കീ വർക്കാവും. ഓൾട്ട് കീ പ്രസ് ചെയ്യുന്നു, അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ 9 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ജാനുവരി 23 എനിക്കൊന്ന് ബോൾഡ് ആക്കണം. ഓൾട്ട് 9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, അത് പെട്ടെന്ന് ബോൾഡായി. അപ്പം ഞാൻ മൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതിലും ഫാസ്റ്റ് ആയിരിക്കും ഈ ഒരു മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഫെബ്രുവരി 23 എനിക്കൊന്ന് ബോൾഡ് ആക്കണം. ജസ്റ്റ് ഓൾട്ട് 9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോൾഡാവും. വൈ?
കാരണം നമ്മളതിന് ഓൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഷോർട്ട് കട്ട് നമ്പറുകളോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ മെനുവിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ സേക്കിന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാൻ, ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം ഫോണ്ട് കളർ മാറ്റണമെങ്കിൽ എവിടെയാണ് ഫോണ്ട് കളർ ഞാൻ മാറ്റുന്നു. ഇനി എനിക്ക് ഈ സെല്ലിൻ്റെ തന്നെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയുണ്ട്, സെല്ലിൻ്റെ കളർ എനിക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി ഫോർമാറ്റിംഗ് ആണ്. ഇനി ഫോണ്ടിൻ്റെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോണ്ട് സൈസ് കൂട്ടിയാൽ ഇവിടെ നിങ്ങൾക്ക് കൂട്ടാം. ഇനി കുറയ്ക്കാനോ കൂട്ടാനോ ഇവിടെ ഈ ഒരു മെനു ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഫോണ്ട് എന്ന് പറയുന്ന സബ് കാറ്റഗറിയിലെ ചില ഫങ്ഷൻസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫോണ്ടിനകത്തെ ഇൻഫർമേഷൻ കണ്ടു, അതുപോലെ അലൈൻമെൻറ്റിലെയും ചില കാര്യങ്ങൾ കണ്ടു. അങ്ങനെ നമ്മളിനി ഓരോ വീഡിയോകൾ മുമ്പോട്ട് പോകും തോറും